അമേരിക്കയിൽ വന്നിട്ട് എനിക്ക് ഒരിക്കലും മുട്ട പപ്സ് കഴിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. എന്നാൽ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ എന്തായാലും സക്സസ് ആയി. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രം ചൂടായതിന് ശേഷം നമുക്കിഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ചേർക്കുക. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിൽ സവോള ചേർക്കുക. നീളത്തിലരിഞ്ഞ സവോള ചേർക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർക്കുവാണെങ്കിൽ സവോള പെട്ടെന്ന് വഴറ്റി കിട്ടും. അടുത്തതായി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഇനി നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ പച്ചമുളകും ചതച്ചതും കൂടി ചേർക്കുക. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കുക്കായതിന് ശേഷം അതിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കണം, ഇല്ലെങ്കിൽ ഈ മസാലയെല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. ഇനി ചെറിയ ചൂടിൽ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ ഈ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഈ കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അതിന് ഇന്ന ഒരു റെസിപ്പി തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മസാലകളും ഈ സീസണിങ്ങും എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെസിപ്പി നോക്കുകയാണെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഓരോ പൊടികൾ ചേർക്കുന്നതാണെങ്കിലും അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചേർക്കാറുണ്ട്. ഈ മസാലക്കൂട്ടിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. മുട്ട പപ്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 3 മുട്ട വേവിച്ചത് എടുത്തിട്ടുണ്ട്. അത് പകുതി വെച്ച് കട്ട് ചെയ്തെടുത്തതാണിത്. എൻ്റെ വീട്ടിൽ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് കാരണം ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഫുഡൊക്കെയാണ് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പേസ്ട്രിക്ക് വേണ്ടിയിട്ട് കടയിൽ നിന്ന് മേടിച്ചു. അത് പപ്പ് പേസ്ട്രി എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ അങ്ങനെ മേടിച്ചതാണിത്. ഇതിനെ ഇനി 4 കട്ട് ചെയ്ത് എടുക്കുവാണ് ഞാൻ. ഇനി നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം പേസ്ട്രീൻ്റെ മേളിലായിട്ട് ആ ഫില്ലിങ്, ആ സവോളയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഒരു മുട്ട വെക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടക്കിയെടുക്കാം. ഞാനിതിപ്പോൾ 4 മടക്കിയെടുത്തേക്കുന്നത്. എനിക്ക് നമ്മൾ നാട്ടിൽ ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കില്ലേ, എനിക്ക് ആ ഒരു രീതിയിൽ കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇനി ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി ചേർക്കാം. ഞാനിപ്പോൾ എടുത്ത മുട്ട കൂടിപ്പോയി. ശരിക്കും എനിക്ക് 4 ചെയ്യാനുള്ളതിൻ്റെ ഫില്ലിങ്ങേ ഞാൻ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് എഗ് വാഷ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത മുട്ട നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ പപ്സിൻ്റെ മേളിൽ, ഈ പേസ്ട്രിയുടെ മേളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു ഗ്ലേസ് കിട്ടും, നല്ലൊരു കളർ കിട്ടും, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടും ഈ പപ്സിന്. പിന്നെ ക്രിസ്പി ആയിരിക്കും. ഞാനിപ്പോൾ അവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു. 180 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരു 20 മിനിറ്റ് നമ്മൾ അവനിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കളെ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ.